സൺസ്ക്രീൻ ഉപയോഗിക്കാത്തവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ പുറത്തുപോയി കരിഞ്ഞു വരുന്ന നമ്മുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആക്കിയാൽ വേണ്ടത് പയറും തൈരും അലോവേറ ജെല്ലും മാത്രം. ഇത് ശരിക്കും മിക്സിയിലിട്ട് അരയ്ക്കാവുന്നതേ ഉള്ളൂ. പിന്നെ എന്തിനാ ഈ പാടുവിട്ട് കല്ലിലരയ്ക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അറിയണം, എല്ലാവരും കാണണം എനിക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്. പക്ഷെ അല്ല, മിക്സിയിലിട്ട് അരച്ചു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ചൂടാവും. ഈവൻ മുഖത്തിടുമ്പോൾ നമ്മുടെ അലോവേര ജെല്ലിന്റെയോ തൈരിന്റെയോ പോലും തണുപ്പ് കിട്ടത്തില്ല. അങ്ങനെ ഒരെണ്ണം ഇട്ടിട്ടും കാര്യമില്ല. ഇനി അരകല്ല് തന്നെ വേണമെന്നില്ല, ഇടിക്കല്ലോ എന്തെങ്കിലും ആയിക്കോട്ടെ, അരച്ചെടുക്കാൻ പറ്റുമോ അത് നല്ലതാ. അതല്ല ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ നേരെ മിക്സിയിലിട്ട് അരച്ചോ. ഞാൻ ഈ അരച്ചുകൊണ്ടിരിക്കുന്നത് പയറുപൊടി അലോവേര ജെല്ലും മാത്രമാണ്. ഇനി ഇത് തൈരിലോട്ട് മിക്സ് ചെയ്തെടുക്കണം. പ്രാകൃതമായ രീതിയിൽ എങ്ങനെ അരകല്ലിന്ന് തൂത്ത് പഠിച്ച സാധനങ്ങൾ എടുക്കാം എന്നാണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആകെ ഒരു ഇത്തിരി സാധനമാണ് നമ്മൾ അരയ്ക്കാൻ എടുക്കുന്നത്. അതിലും കുറച്ച് സാധനമേ അരച്ചു കഴിയുമ്പോൾ കിട്ടത്തുള്ളൂ. ഇത് കുറച്ച് പോലും പോകാതെ സൂക്ഷിച്ച് അരകല്ലിന്ന് നന്നായി എടുത്ത് നല്ല പോലെ തൈരിലോട്ട് മിക്സ് ചെയ്തെടുക്കുക. അരച്ചെടുത്ത സാധനം ഏതെങ്കിലും കാട്ടിലോ മേട്ടിലോ ചെന്ന് തേച്ച് പിടിപ്പിക്കുക. വീട്ടിനകത്തിരുന്ന് തേച്ചാൽ ഇരട്ടിപ്പണിയാ, താഴെ വീടുന്നതോടെ തുടക്കേണ്ടി വരും. ഇടയ്ക്കിതുപോലെ മണ്ടത്തരങ്ങൾ കാണിക്കാതെ സൂക്ഷിക്കുക. എടുത്ത സാധനം മുഴുവനും ഒരിത്തിരി പോലും വേസ്റ്റ് ആക്കാതെ തേക്കാൻ പറ്റുന്നിടത്തൊക്കെ തേച്ച് പിടിപ്പിച്ച ശേഷം അതൊന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ശേഷം ഒരു പൈപ്പിന്റെ മൂട് കണ്ടുപിടിക്കുക, കഴുകി കളയുക. ഇതെല്ലാം ചെയ്യാൻ ഉത്തമം വീടിന്റെ വെളിയിൽ തന്നെയാണ്. കാരണം മുഖത്തുള്ളത് പയറുപൊടി ആയതുകൊണ്ട് വാഷ് ബേസിലൊന്നും കഴുകിയാൽ അത്ര നന്നായി പോകത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ കുളിക്കണം. ക്യൂരിയോസിറ്റി കൊണ്ട് വെളുത്തോന്ന് നോക്കുന്ന രംഗമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇത് തേച്ചിട്ട് ആരും വെളുത്തിട്ട് പാറിയ ചരിത്രമില്ല. പക്ഷെ നിങ്ങളുടെ സ്കിന്നിന്റെ റിസൾട്ട് കിട്ടിയിരിക്കും.